ഹലോ എവരി വൺ, വെൽക്കം ടു സ്മാർട്ട് ഷോ ഇറ്റി. ഇന്ന് നമുക്ക് എക്സാം ബേസ്ഡ് ആയിട്ട് എങ്ങനെയാണ് ജസ്റ്റ് എക്സാമിന് പോകുന്നതിന് മുന്നേ നമുക്കത് എങ്ങനെയാണോ ലാസ്റ്റ് പ്രിപ്പറേഷൻ എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ നമുക്ക് ചെയ്യാം. ഓക്കെ, എനിക്കിത് ലൈവായിട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം എനിക്ക് യൂട്യൂബിൽ മോണിറ്റൈസേഷൻ ആവാത്തത് കൊണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ നെക്സ്റ്റ് എക്സാമിൻ്റെ സമയത്തും ഈ വീഡിയോ എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഹെൽപ്ഫുള്ളാണ്. കാരണം എല്ലാ എക്സാമും ഒരുപോലെ തന്നെയാണ്. എല്ലാ റീഡിങ്ങും, എല്ലാ ലിസണിങ്ങും, എല്ലാ റൈറ്റിങ്ങും, എല്ലാ സ്പീക്കിങ്ങും അതിൻ്റെ മെത്തേഡ് സെയിം തന്നെയാണ്. പിന്നെ വരുന്ന ക്വസ്റ്റ്യൻസ് ഡിഫറെൻ്റ് ആണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്കിത് എപ്പോഴും ലാസ്റ്റ് പ്രിപ്പറേഷൻ എപ്പോഴും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും. നിങ്ങൾ എൻ്റെ വീഡിയോ ഞാനിപ്പോൾ ചെയ്യുമ്പോൾ കണ്ടില്ലെങ്കിൽ പോലും പിന്നെ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് സെർച്ച് ചെയ്യുമ്പോൾ അവൈലബിളായി കിട്ടുവാണെങ്കിലും അത് നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ്. അപ്പോൾ ഇത് കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പം നമുക്കറിയാം നാളെ നമുക്ക് എക്സാം ഉണ്ട്. നമ്മുടെ ഫെബ്രുവരി മാസത്തിലെ ഫസ്റ്റ് എക്സാം നാളെ നടക്കുകയാണ്. അതിൽ നമ്മൾക്ക് 4 മൊഡ്യൂളാണുള്ളത്. ലിസണിങ് ആണ് ഫസ്റ്റ്, റീഡിംഗ് ആണ് സെക്കൻഡ്, റീഡിംഗ് വരും, തേർഡ് വന്നിട്ട് റൈറ്റിംഗ് ആണ്, ആഫ്റ്റർനൂൺ സെക്ഷനാണ് സ്പീക്കിംഗ് വരിക. നമ്മൾ എക്സാമിന് ഒരു 7:30 ആ ടൈമിലൊക്കെ എക്സാം സെൻറ്ററിൽ എത്തിയാൽ മതിയാകും. 7 o'clock തൊട്ട് എഴുതിയിട്ടുണ്ടെങ്കിലും 7:30 അങ്ങനെയാകുമ്പോൾ എത്തിയാൽ മതിയാകും. ഇത്തിരി ലേറ്റ് ആയാലും നിങ്ങൾ വിഷമിക്കേണ്ട. ഒരു 7:45 8 ഒക്കെ ആകുമ്പോൾ എത്തിയാലും നമുക്ക് എക്സാമിന് അകത്ത് കയറാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ലിസണിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എന്താണ് ലാസ്റ്റ് പ്രിപ്പറേഷൻ നടത്തുക? പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മൾ എക്സാമിൻ്റെ തലേദിവസം ഭയങ്കര കൂളായിട്ടിരിക്കണം, പ്രാക്ടീസ് ഒന്നും ചെയ്യരുത് എന്നൊരു പറയാറുണ്ട്. ഓക്കെ, പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ ടെൻഷനായിട്ട് ചെയ്യരുത് എന്ന് മാത്രമേ ഉള്ളൂ. ടെൻഷൻ, ആൻസൈറ്റി എല്ലാം, എക്സാമിനോടുള്ള ഫിയർ എല്ലാം മാറ്റിവെച്ചിട്ട് വളരെ കൂളായിട്ട് ലിസണിങ്ങിൻ്റെ മെറ്റീരിയൽ ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം നമ്മൾ എക്സാമൊക്കെ സാധാരണയുള്ള നമ്മൾ സ്കൂൾ ടൈം അല്ലെങ്കിൽ നേഴ്സിങ്ങിന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ നമ്മൾ എക്സാമിൻ്റെ ദിവസങ്ങളിൽ നമ്മൾ പുസ്തകം അടച്ചു വെച്ചിരിക്കുകയാണോ ചെയ്യുന്നത്? അല്ലല്ലോ. എക്സാമിന് കയറുന്നതിന് തൊട്ട് മുന്നോടെ കൂടി നമ്മൾ ബുക്സ് എല്ലാം എടുത്ത് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും. സെയിം തന്നെ നമുക്ക് ചെയ്യാം. ഒന്നും അതിനെക്കുറിച്ച് ഓർത്തിട്ട് വറീഡ് ആവണ്ട, അങ്ങനെ തന്നെ ചെയ്യണം. അങ്ങനെ ചെയ്താൽ മാത്രമാണ് നമ്മൾക്ക് കൂളായിട്ട് എക്സാമിന് കയറാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ചെയ്യുമ്പോൾ ഈ ചെയ്യരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പിറകിൽ മറ്റൊരു കാര്യം കൂടെ കൂടിയുണ്ട്. നമ്മൾ ആ എക്സാമിനെ കുറിച്ച് ഓർത്ത് നമ്മൾ ഇത്രയും നാളും പഠിച്ചിട്ടും 10ാം ക്ലാസ് പഠിച്ചു, +2 പഠിച്ചു, നേഴ്സിംഗ് പഠിച്ചു, ഇതൊക്കെ പഠിച്ചിട്ടുമില്ലാത്ത എന്തോ ഒരു പ്രത്യേക ടെൻഷൻ നമുക്ക് OET പഠിക്കുമ്പോൾ വരുവാണ്. എന്നാൽ എനിക്ക് തോന്നുന്നില്ല MOH ഒക്കെ എഴുതുന്ന സമയത്ത് പോലും പിള്ളേർക്ക് ഇത്രയും ടെൻഷൻ വരുന്നുണ്ടെന്ന്. OETക്ക് ഒത്തിരി ടെൻഷനാണ് വരുന്നത്. അപ്പോൾ ആ ഒരു ടെൻഷൻ അവോയ്ഡ് ചെയ്താൽ വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്യണ്ട എന്ന് നമ്മളോട് ഒത്തിരി ഇൻസ്റ്റിറ്റ്യൂട്ടുകാരും ലൈവായിട്ടൊക്കെ ഇടുമ്പോഴും അങ്ങനെ പറയുന്നത് അതുകൊണ്ടാണ്. കാരണം നമുക്ക് ഓൾമോസ്റ്റ് ഒരു ടെൻഷൻ നന്നായിട്ടുണ്ടാവും. ആ ടെൻഷൻ വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കോർ നന്നായിട്ട് അങ്ങോട്ട് കുറയും. ടെൻഷൻ കൊണ്ടാണ് ചെയ്യണമെങ്കിൽ 100% ഉറപ്പാണ്. ലിസണിങ് നമുക്ക് അത്രയും നാളും 34 33 ഒക്കെ കിട്ടിക്കൊണ്ടിരുന്ന പിള്ളേർക്ക് 20 21 ഒക്കെ ആയിട്ട് പോകേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മൾ ടെൻഷനാവും, അയ്യോ എനിക്ക് ഇത്രയാണല്ലോ കിട്ടിയത്, അപ്പോൾ നാളെ എനിക്ക് എക്സാമിന് എന്തായിരിക്കും കിട്ടുക? ഈ ഒരു ടെൻഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് എക്സാമിൻ്റെ തലേദിവസം ഒന്നും പ്രിപ്പയർ ചെയ്യണ്ട, വളരെ കൂളായിട്ട് പോകണമെന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ പിറകിൽ വേറൊരു കാര്യം കൂടെ കൂടിയുണ്ട്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്ന് നമ്മളിപ്പം ലിസണിങ് ചെയ്യുവാണ് അല്ലെങ്കിൽ റീഡിങ് ചെയ്യുവാണ്, 2 ദിവസത്തേക്ക് നമ്മൾ ചെയ്യുന്നില്ല. 3ാമത്തെ ദിവസം എടുക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ സ്കോർ ഉറപ്പായിട്ടും കുറയും. ചിലപ്പോൾ നമ്മൾ 2-3 മാസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരിക്കും. എന്നിരുന്നാലും ഒരു 2 ദിവസം ചെയ്യേണ്ട നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ മാർക്ക് നന്നായിട്ട് കുറയും. അത് തന്നെ ഇവിടെയും നമുക്ക് സംഭവിക്കും. അതുകൊണ്ട് ചെയ്യാതിരിക്കുകയല്ല വേണ്ടത്, എന്ന് വെച്ച് ടെൻഷനോടുകൂടി ചെയ്യുകയും ചെയ്യരുത്. വളരെ കൂളായിട്ട് നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ നന്നായിട്ട് സന്തോഷമായിട്ട് കുടുംബത്തോടൊപ്പമൊക്കെ ഒന്ന് ചിലവഴിച്ച് അല്ലെങ്കിൽ 2 പാട്ടൊക്കെ ഒന്ന് കേട്ടതിന് ശേഷം നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ചെയ്യാതിരിക്കരുത്, അത് നമ്മുടെ സ്കോറിനെ ബാധിക്കും. പക്ഷേ അതേസമയത്ത് മറ്റൊരു ഉപദേശവും കൂടെ കൂടിയുണ്ട്. ഒത്തിരി ടെൻഷൻ അടിക്കുന്നവരാണ്, വേണ്ട മെഡിറ്റേഷൻ എല്ലാം ചെയ്തു, സകലമാന ടെൻഷൻ ഫ്രീ ആവാനായിട്ടുള്ള കാര്യങ്ങളും ചെയ്തതിന് ശേഷവും ടെൻഷൻ മാറുന്നില്ല എങ്കിൽ ചെയ്യാതിരിക്കുകയാണ് നല്ലത്. ടെൻഷൻ ഫ്രീ മൈൻഡോടുകൂടി ചെയ്യാൻ സാധിക്കുന്നവർ ഉറപ്പായിട്ടും ചെയ്യുക. അത് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാണ്, തീർച്ചയായിട്ടും ചെയ്യുക. ഓക്കെ, ലിസണിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ എക്സാമിന് നമ്മൾക്ക് സെൻറ്ററിൽ നമ്മുടെ മുന്നിൽ തന്നെ ഹെഡ്ഫോൺ ഉണ്ടാവും. അത് ഹെഡ്സെറ്റ് അവർ യൂസ് ചെയ്യാൻ പറയുമ്പോൾ യൂസ് ചെയ്യുക, ചെക്ക് ചെയ്യുക. അതിനുശേഷം 9 o'clock ഇന്ത്യൻ ടൈം 9 o'clock എക്സാം തുടങ്ങും. ആ സമയത്ത് അവർ നമുക്ക് ലാസ്റ്റ് അഡ്വൈസ് തരും, ഇൻഫർമേഷൻ അവർ അനൗൺസ് ചെയ്യും.
അപ്പോൾ അതുപോലെ നമ്മൾ ഹെഡ്സെറ്റ് നന്നായിട്ട് കണക്ട് ചെയ്ത് നമ്മൾക്ക് കേൾക്കുന്നൊന്നുമില്ലെങ്കിൽ അവരോട് നമുക്ക് റിക്വസ്റ്റ് ചെയ്യാം, അവർ നമുക്ക് എല്ലാവിധ ഹെൽപ്പും ചെയ്യുന്നതായിരിക്കും. പിന്നെ അതിനുശേഷം നമുക്ക് അടുത്ത മൊഡ്യൂൾ തരും. അപ്പോൾ ഇതിന് മുന്നേ എക്സാമിന് ഒട്ടും അറ്റൻഡ് ചെയ്യാത്തവരാണെങ്കിൽ കുറച്ചുകൂടി പറയട്ടെ, ആദ്യമേ തന്നെ പറയട്ടെ, 7:30 ഒക്കെ ആകുമ്പോഴത്തേക്ക് അവിടെ ചെല്ലുക. 7 o'clock ചെന്നാലും കുഴപ്പമില്ല. ചിലവർ ടെൻഷനും കൊണ്ട് 6:30 6:45 അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കും ചെല്ലും. ഒരു കുഴപ്പമില്ല. നിങ്ങൾ നേരത്തെ വന്നാലും കുഴപ്പമൊന്നുമില്ല. 8-ന് ശേഷം ചെല്ലാതിരിക്കാനായിട്ട് ശ്രമിച്ചാൽ മതി. നമ്മുടെ കമ്പ്യൂട്ടർ വർക്കുകളൊക്കെയാണ് അവിടെ നടക്കുന്നത്. നമ്മുടെ ഫോട്ടോ എടുക്കും, പിന്നെ നമ്മുടെ ഐഡൻറ്റിഫിക്കേഷൻ പ്രൊസീജിയറാണ് കേട്ടോ. അങ്ങനെ വന്ന് അതെല്ലാം എടുക്കും, നമ്മുടെ പാസ്പോർട്ടെല്ലാം ചെക്ക് ചെയ്ത് നമ്മളകത്ത് കയറ്റും. നമ്മുടെ ബാഗെല്ലാം നമുക്ക് ഒരു റൂമിൽ അവർ മേടിച്ച് വയ്ക്കും. മറ്റൊന്നും എടുക്കാൻ പറ്റില്ല. വിസിബിളായിട്ടുള്ളൊരു പൗച്ച് മാത്രമേ ഉള്ളൂ. ചില സ്ഥലത്ത് ഇപ്പോൾ അത് അനുവദിക്കുന്നില്ല. അവിടെ തന്നെ ഉണ്ടാവും പെൻസിൽ എല്ലാം ഉണ്ടാകും. നമ്മൾ കൊണ്ടുപോകേണ്ടത് പാസ്പോർട്ട് കൊണ്ടുപോകാനായിട്ട് മറക്കരുത്. എൻ്റെ ഒരു സ്റ്റുഡൻറ്റിന് അങ്ങനെ ഉണ്ടായൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. പാസ്പോർട്ട് മറന്നു പോയിട്ടുണ്ട്. അപ്പോൾ പാസ്പോർട്ട് എടുക്കണം. അതുപോലെ തന്നെ പെൻസിൽ, എറേസർ, കട്ടർ, ഒരു പേന, ഇതെല്ലാം കയ്യിൽ വയ്ക്കാം. വേണ്ട എന്ന് അവർ പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് അത് നമ്മുടെ ബാഗിലോട്ട് തന്നെ വെച്ചാൽ മതി. എന്തായാലും പാസ്പോർട്ട് എടുക്കാതെ പോകരുത്. ബ്രേക്ക്ഫാസ്റ്റ് അവിടെ അവൈലബിൾ ആണ്. ലഞ്ച് നമുക്ക് കിട്ടും. കേരളത്തിൽ എല്ലായിടത്തും തന്നെ കിട്ടും, ഇന്ത്യയിൽ എല്ലായിടത്തും തന്നെ കിട്ടും. ഔട്ട്സൈഡ് എങ്ങനെയാണെന്നുള്ളത് അറിയില്ല. ചില സ്ഥലത്ത് കൊടുക്കും, ചില സ്ഥലത്ത് കൊടുക്കില്ല. ഓക്കെ, സോ നമ്മൾ ലിസണിങ്ങിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ലിസണിങ് വളരെ കൂളായിട്ട് എടുക്കുക, ഡീപ് ബ്രീത്ത് എടുക്കുക. ആദ്യം തുടങ്ങുമ്പോൾ തൊട്ട് നിങ്ങൾ വീഡിയോ നന്നായിട്ട് ശ്രദ്ധിക്കണം, നന്നായിട്ട് കേൾക്കണം. ഓഡിയോയിൽ തന്നെ കോൺസെൻട്രേഷൻ വരണം. അവിടെ ഇരിക്കുന്ന കുട്ടി, ഇവിടെ ഇരിക്കുന്ന കുട്ടിയെ, അല്ലെങ്കിൽ എക്സാമിന് വന്നിരിക്കുന്ന കുട്ടികളെ ഒന്നും നോക്കാൻ പോരുത്. നിങ്ങളുടെ പേപ്പറിലേക്കും നിങ്ങളുടെ ഹെഡ്സെറ്റിലേക്കും നിങ്ങളുടെ പെൻസിലിലേക്കും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്കും ആൻസർ ഷീറ്റിലേക്കും മാത്രം നിങ്ങൾ ശ്രദ്ധ വയ്ക്കുക. ഓഡിയോ നന്നായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ 1 to 24 ആണ് ഇനി. ഇതിനിടയിൽ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടിയില്ല. ഞാനൊക്കെ എക്സാം എഴുതാൻ പോണ സമയത്ത് കുറേ കുട്ടികൾ പുറത്തിരുന്നിട്ട് സംസാരിക്കും കേട്ടോ. അല്ലെങ്കിൽ ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്തൊക്കെ ആയിട്ട് സംസാരിക്കും. അല്ലെങ്കിൽ കയറുന്നതിന് മുന്നേ തന്നെ നമ്മൾക്ക് സംസാരം കേൾക്കാൻ പറ്റും. ലിസണിങ്ങിൻ്റെ ആദ്യത്തെ 2 ക്വസ്റ്റ്യൻ കിട്ടിയില്ലെങ്കിൽ പിന്നെ എല്ലാം പോകുമെന്ന് അങ്ങനെ ചിന്തിക്കരുതേ. ആദ്യത്തെ 2 കിട്ടിയില്ലെങ്കിൽ അവസാനത്തെ 2 കിട്ടിയില്ലെങ്കിലും 22 ഉണ്ടാവുള്ളൂ. ഓക്കെ, നടുക്കത്തെ കിട്ടിയില്ലെങ്കിലും 22 ഉണ്ടാവുള്ളൂ. അതിൽ ആദ്യത്തെ 2 പൊക്കോട്ടെ, ബാക്കി നമുക്ക് 22 ഇല്ലേ. അത് മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാം പോകും. അതും അവരുടെ ഒരു ടെക്നിക്കാണ്. ആദ്യത്തെ 2 കിട്ടാതെ പോകുമ്പോൾ കുട്ടികൾ പാനിക്കാവും, ബാക്കിയുള്ളതെല്ലാം പോകും. ഒട്ടും വിഷമിക്കണം. നമുക്ക് ഒരു 24-ൽ 2 അവർ ടഫായിട്ടാണേ തരുള്ളൂ. 2 3 ടഫായിട്ടേ തരുള്ളൂ. ആ 2 ആദ്യം വന്നു എന്ന് മാത്രം കരുതിയാൽ മതി. ബാക്കിയുള്ളത് ശ്രദ്ധിക്കുക, കിട്ടും നിങ്ങൾക്ക് കേട്ടോ. പിന്നെ ആദ്യത്തെ 2 അങ്ങനെ ആദ്യത്തേതെല്ലാം എളുപ്പമാണ്. എങ്കിലും ഇടയ്ക്കുള്ള ഒരു 1 2 3 നമുക്ക് കേൾക്കാൻ പറ്റാത്ത രീതിയിലൊന്നും, അല്ലെങ്കിൽ അവർ സ്വാളോ ചെയ്തുകൊണ്ട് പറയുന്നതോ അല്ലെങ്കിൽ സ്പീഡിൽ പറഞ്ഞു പോകുമ്പോഴേ നമുക്ക് കിട്ടാത്ത ഉണ്ടാവും. അങ്ങനെ അവർ ഉറപ്പായിട്ടും തരും. 2 3 ക്വസ്റ്റ്യൻ അങ്ങനെ ഉണ്ടാവും. അതുകൊണ്ട് അത് വിഷമിക്കേണ്ട. അത് ആദ്യത്തെയോ നടുക്കുള്ളതോ അവസാനത്തെയോ ആയിക്കോട്ടെ, നല്ല കോൺഫിഡൻ്റ് ആയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക. ബി പാർട്ടും സി പാർട്ടും നിങ്ങൾക്ക് അറിയാമല്ലോ. നമ്മൾ ടിക്കല്ല ഇടുന്നത്. നമ്മുടെ ABC എന്നുള്ള ആ ഒരു സർക്കിളിനകത്ത് ഷെയ്ഡ് ചെയ്യുവാണ്. ഷെയ്ഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, എല്ലാം ഒരുപോലെ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരുപാട് ഡാർക്ക് അല്ലാതെ അങ്ങനെ കൊടുക്കരുത്, എന്നാൽ ഒത്തിരി ഡാർക്കും ആക്കരുത്. ഏകദേശം ഒരു നന്നായിട്ടൊരു ഡാർക്കിനകത്ത് കൊടുക്കുക. ഷെയ്ഡ് പുറത്തേക്ക് പോകരുത്, സർക്കിളിന് പുറത്തേക്ക് പോകരുത്. കാരണം ബിയും സിയും ചെക്ക് ചെയ്യുന്നത് ആരാണ്? കമ്പ്യൂട്ടറാണ്. ഓക്കെ, എ പാർട്ട് നോക്കുന്നത് നമ്മുടെ എക്സാമിനേഴ്സ് തന്നെയായിരിക്കും. അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ ലിസണിങ്ങിനെ കുറിച്ച് ശ്രദ്ധിക്കുക. ലിസണിങ്ങിൻ്റെ എക്സാം കഴിയുമ്പോൾ നമുക്കൊരു 2 minutes തരും. ആ 2 minutes ഇപ്പോൾ സകല കുട്ടികളും ചെയ്യുന്നത് ഒത്തിരി അവരവിടെ റഫായിട്ട് എഴുതിയിട്ട് 1 to 24 ആണ് മിക്കവാറും ചെയ്യുന്നത്. നന്നായിട്ട് പിന്നെ ആ 2 minutes എഴുതാമെന്ന് ഓർത്തുകൊണ്ടിരിക്കും. ചെയ്യരുതേ. കാരണം 2 minutes നമുക്ക് പെട്ടെന്ന് പോകും. 2 minutes എന്ന് പറഞ്ഞാൽ 2 seconds പോലെ അവിടെ പോകും. ഒരു ഉത്തരം പോലും നമുക്ക് ഒന്ന് എറേസ് ചെയ്തിട്ട് എഴുതാനായിട്ട് നിങ്ങൾക്ക് പറ്റില്ല, സാധിക്കില്ല. അതുകൊണ്ട് വേർഡ്സ് കേൾക്കുന്ന സമയത്ത് തന്നെ കൃത്യമായിട്ട് എഴുതുക. നമ്മളൊരു നന്നായിട്ട് നമ്മൾ വാട്സപ്പിലൊക്കെ മെസ്സേജ് ചെയ്യത്തില്ലേ, ടൈപ്പ് ചെയ്യത്തില്ലേ, കമ്പ്യൂട്ടറിൽ പ്രിൻ്റ് ചെയ്യുമ്പോഴൊക്കെ അങ്ങനെ തന്നെ എഴുതാനായിട്ട് ശ്രമിക്കുക. നമ്മൾ റഫായിട്ട് എഴുതരുത്. റഫ് നോട്ട് എഴുതുമ്പോൾ ഒന്നും എഴുതരുത്. നല്ല വിസിബിൾ ആയിരിക്കണം. നന്നായിട്ട് എഴുതുക. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നും വരുത്താതെ കൃത്യമായിട്ട് സൂക്ഷിച്ച് എഴുതുക. ഇതാണ് ലിസണിങ്ങിനെ കുറിച്ച്. ഓക്കെ, ഇനി മറ്റു പലരും ചോദിക്കുന്നുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പറിൽ എഴുതാമോ എന്ന് ചോദിക്കുന്നുണ്ട്. എഴുതാൻ കേട്ടോ, ലൈറ്റായിട്ട് എഴുതാം. എന്നിട്ട് അതൊന്ന് മാച്ച് കളയാനും കൂടെ കൂടി ശ്രമിക്കുക. അതിനുള്ള സമയം കൂടി കണ്ടെത്തണം. ഓക്കെ, പിന്നെ ഒരു ആൻസർ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ അവിടെ തന്നെ സ്റ്റക്കായിട്ട് നിൽക്കരുത്. വിട്ടുകളഞ്ഞേക്ക് അടുത്തതിലേക്ക് പെട്ടെന്ന് തന്നെ പോകുക. അല്ലെങ്കിൽ നമ്മുടെ അടുത്തടുത്ത് എല്ലാം പോകും. ഏത് ക്വസ്റ്റ്യനാണെന്ന് മനസ്സിലാക്കാൻ പറ്റാതെ പോകും. ഇനി നമുക്ക് റീഡിങ്ങിനകത്തേക്ക് പോകാം. റീഡിങ്ങിനെ കുറിച്ച് അറിയാമല്ലോ. റീഡിങ് അവരാദ്യം നമുക്ക് എ പാർട്ടാണ് തരുന്നത്. 50 minutes ചെയ്യണം. അപ്പോൾ കൃത്യമായിട്ട് ചെയ്യുക. ഇനി റീഡിങ്ങിനകത്ത് എല്ലാവർക്കും വരുന്നൊരു ഡൗട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ,
വളരെ ഒരു ടെൻഷൻ എല്ലാവർക്കും റീഡിങ്ങിനകത്ത് വരും. കാരണം ആദ്യത്തെ ഒരു 7 മിനിറ്റ്സിലേക്ക് ഈ 50 മിനിറ്റ്സിൽ ആൻസേഴ്സ് ഒന്നും കിട്ടത്തില്ല. 1-2 ആൻസേഴ്സ് കിട്ടിയിട്ടുണ്ടാവുള്ളൂ. വിഷമിക്കേണ്ട. അങ്ങനെയാണത്. അതിൻ്റെ നേച്ചർ അങ്ങനെയാണ്. വളരെ കുറച്ച് കുട്ടികൾക്ക് മാത്രമാണ് 7 മിനിറ്റ്സിനുള്ളിൽ നന്നായിട്ട് ആൻസർ കിട്ടുള്ളൂ. 95% പിള്ളേർക്കും കിട്ടില്ല. 10 മിനിറ്റ്സിന് ശേഷമായിരിക്കും കിട്ടുക. ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, ആ 10 to 15 മിനിറ്റ്സിനുള്ളിൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ആൻസർ കിട്ടും. നമ്മുടെ എല്ലാം തന്നെ നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും, ടെൻഷൻ അടിക്കാതെ എഴുതി കഴിഞ്ഞിട്ടുണ്ട്. കാരണം അത്ര സമയം നിങ്ങൾ ആൻസറിന് വേണ്ടി ചെക്ക് ചെയ്യാനായിട്ട് എടുക്കുവാണ്. അങ്ങനെ ചില കുട്ടികൾക്ക് കുറച്ച് സമയം എടുക്കാറുണ്ട്. അന്നേരം ഒന്നും ടെൻഷൻ അടിക്കരുത്. ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ നമുക്കത് നന്നായിട്ട് നമ്മുടെ മറ്റുള്ള ആൻസറും കൂടെ കൂടി കിട്ടുന്നതിന് ബുദ്ധിമുട്ടാവും. ബിയും സിയും എഴുതുമ്പോൾ ടെൻഷൻ അടിക്കരുത് ഒട്ടും. അതും കൂടെ കൂടി നമ്മൾ ശ്രദ്ധിക്കണം. ബിയും സിയും 22 ആണുള്ളത്. എല്ലാം കിട്ടിയില്ല. ഇപ്പം അഥവാ നമുക്ക് സമയം കഴിഞ്ഞു പോയി, വിഷമിക്കേണ്ടെന്നേ. ഒരു 15-16 നന്നായിട്ട് അങ്ങോട്ട് ചെയ്തോ. അപ്പോൾ ഒരു പാട്ടിൽ നിന്നൊരു 18-19 കിട്ടി. പിന്നെ നമുക്ക് ബിയും സിയും കൂടെ കൂടി 15 ചെയ്യാൻ പറ്റിയത്. നമ്മൾ നന്നായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ആ 15 നമുക്ക് റൈറ്റ് ആൻസേഴ്സ് ആയാലോ. അപ്പോൾ മറ്റേതിന് നമുക്കൊരു 18 കൂടി ഉണ്ടെങ്കിൽ നമുക്ക് 33 റൈറ്റ് ആൻസേഴ്സ് ആയില്ലേ. 30 റൈറ്റ് ആൻസേഴ്സ് പോരെ. ടെൻഷൻ ഒന്നിനും ഒരു പരിഹാരമല്ല. ഈ പറഞ്ഞ എനിക്കാണേലും ടെൻഷനുണ്ട്. പക്ഷേ എന്നാലും നമ്മൾ അങ്ങനെ പറയില്ലല്ലോ. നമ്മൾ നന്നായിട്ട് ടെൻഷൻ അടിക്കേണ്ട എന്ന് തന്നെ പറയുള്ളൂ. ടെൻഷനൊന്നും അടിക്കാതെ കൂളായിട്ട് പോയിരുന്ന് എഴുതുക. അപ്പോൾ റീഡിങ് ലിസണിങ്ങിനെ കുറിച്ച് കഴിഞ്ഞു. ഇനി റൈറ്റിങ്ങിനെ കുറിച്ചാണ്. റൈറ്റിംഗ് ഇന്ന് ഞാൻ പറയുന്നത് ഫെബ്രുവരി 8-ാം തീയതിത്തെ റൈറ്റിങ്ങിൻ്റെ എക്സാമിനെ കുറിച്ചാണ് പറയുന്നത്. നമുക്ക് അൺനോൺ കേസാണ് വരുന്നത് എക്സാമിന്. ഇന്ത്യയിൽ അൺനോൺ കേസാണ്. അത് 100% ഉറപ്പാണ്. നോൺ വരില്ല, അൺനോൺ ആണ്. അതുകൊണ്ട് തന്നെ നല്ല കൂളായിട്ട് എഴുതുക. ടെൻഷൻ അടിക്കരുത് കേട്ടോ. കൂളായിട്ട് എഴുതുക. അൺനോൺ കേസാണ്. നിങ്ങൾക്ക് എഴുതാവുന്നേ ഉള്ളൂ. ഈസി ആയിട്ട് എഴുതി മാർക്ക് വാങ്ങിക്കാവുന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് റൈറ്റിങ്ങിൻ്റെ സമയത്തിൽ എഴുതുക. റൈറ്റിങ്ങിന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് പ്രൂഫ് റീഡിങ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എഴുതി കഴിഞ്ഞതിന് ശേഷം വായിച്ച് നോക്കണം. വായിച്ച് നോക്കാതെ സബ്മിറ്റ് ചെയ്യരുത്. അപ്പോൾ 5 മിനിറ്റ് വായിക്കാനായിട്ട് അവർ തരും. പിന്നെ നമുക്ക് 40 മിനിറ്റാണുള്ളത് എഴുതാനായിട്ട്. അതിൽ 30-32 മിനിറ്റും കൊണ്ട് എഴുതി തീർക്കാനായിട്ട് ശ്രമിക്കുക. അതിന് ഞാൻ ഒന്നുകൂടെ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം. അഡ്രസ് പാർട്ടും ഇൻട്രൊഡക്ഷനും കൂടെ കൂടിയിട്ട് ഒരു 3-4 മിനിറ്റിൽ എഴുതാനായിട്ട് നോക്കുക. പിന്നെ ബോഡി പാരഗ്രാഫ് വീണ്ടും പോയി വായിച്ച് നോക്കിയതിന് ശേഷം നന്നായിട്ട് എഴുതാനായിട്ട് ഒരു 7 മിനിറ്റ് അങ്ങനെ വയ്ക്കുക. അപ്പോൾ ഒരു 11 മിനിറ്റായി. ബോഡി പാരഗ്രാഫിന് 2 പാരഗ്രാഫ് ഉണ്ടാവും. അപ്പോൾ ഒരു 4 മിനിറ്റോട് കൂടി എടുക്കുക. 15 മിനിറ്റ്സ് അല്ലേ. ഇനി നമുക്ക് സോഷ്യൽ മെഡിക്കൽ ഹിസ്റ്ററിയാണ്. അൺനോൺ ആയതുകൊണ്ട് അത് എഴുതണം. അപ്പോൾ അതൊക്കെ ഒന്ന് വായിച്ച് നോക്കിയിട്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് എഴുതുക. 20 മിനിറ്റ്. നെക്സ്റ്റ് നമുക്ക് കൺക്ലൂഷനാണ്. നന്നായിട്ട് വായിച്ചിട്ട് എഴുതുക. ഒരു 5-6 മിനിറ്റ് എടുത്തോളൂ. 26-27 മിനിറ്റ് എടുത്തോളൂ. ബാക്കിയുള്ളതും കൂടെ കൂടി കഴിഞ്ഞിട്ട് 2-3 മിനിറ്റ് എടുക്കുക. ഓവറോൾ ഒന്ന് നോക്കുക. ഇപ്പോൾ എല്ലാം കൂടെ കൂടിയായിട്ട് കേട്ടോ. അങ്ങനെ ഒരു ടൈമിംഗ് വെച്ചിട്ട് എഴുതുക. പ്രൂഫ് റീഡിങ് ചെയ്യണം. എല്ലാം എഴുതി കഴിഞ്ഞിട്ട് നന്നായിട്ട് വായിച്ച് നോക്കണം. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ, ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടോ. ചില കുട്ടികൾക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ് പേഷ്യൻറ്റിൻ്റെ സ്ഥാനത്ത് റെഫറൻസിൽ ടെൻഷൻ അടിച്ചിട്ട് വീണ്ടും നമ്മൾ റീഡറുടെ തന്നെ പേര് എഴുതി കൊണ്ടുവന്ന് വെക്കും. അതുപോലത്തെ അതൊക്കെ നമ്മൾ പിന്നെ ഇൻട്രൊഡക്ഷനിൽ അറിയാതെ റീഡറുടെ പേര് കൊണ്ടുവന്ന് വെക്കും. പേഷ്യൻ്റെ പേര് വെക്കേണ്ടതിന് പകരം ഇങ്ങനെയുള്ള ടെൻഷൻ കൊണ്ടുള്ള സംഭവങ്ങളെല്ലാം ഒഴിവാക്കുക. മൊത്തം എഴുതി കഴിഞ്ഞിട്ട് പ്രൂഫ് റീഡിങ് ചെയ്യുന്നതിനെക്കാട്ടും ഞാൻ ഒന്നുകൂടെ കൂടി പിള്ളേർക്ക് ഇത്തിരി കൂടി ഈസി ആയിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട്. അഡ്രസ് പാർട്ട് എഴുതിയതിന് ശേഷം ഒന്നുകൂടെ കൂടി പോയി വായിച്ച് നോക്കുക. കാരണം ചിലപ്പോൾ എങ്ങനെ ഒന്നും മാച്ചിട്ടൊക്കെ ഒന്ന് എഴുതേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ലൈൻ കൂടിപ്പാനോ ഒരു ലൈൻ കുറഞ്ഞു പോകാനോ അങ്ങനെ ഒരു പ്രശ്നം വരും. അതുകൊണ്ട് ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് വീണ്ടും വായിച്ച് നോക്കുക. എല്ലാം ക്ലിയർ ആക്കിയതിന് ശേഷം അടുത്ത ബോഡി പാരഗ്രാഫ് എഴുതാൻ പോവുക. അത് എഴുതിയതിന് ശേഷം വായിച്ച് നോക്കുക. അങ്ങനെ ഓരോന്നും ചെയ്യുക. എന്നിട്ട് മൊത്തം എഴുതി കഴിഞ്ഞിട്ട് ഓവറോൾ ഒന്നുകൂടെ കൂടി വായിച്ച് നോക്കുക. ഇതാണ് റൈറ്റിങ്ങിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. അത് കഴിഞ്ഞ് നമുക്ക് ലഞ്ച് ബ്രേക്കാണ്. നമ്മളെ ഇൻഡിവിജ്വൽ സ്പീക്കിംഗ് ആണ് നമ്മൾ നടത്തുന്നത്. അവർ നമുക്ക് എന്തായിരിക്കും എക്സാമിന് നമ്മളെ ഓരോരുത്തരായിട്ടാണ് വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ എക്സാമിന് ഇരിക്കുന്ന റൂമിലേക്ക് ചെല്ലും. അറിയാമല്ലോ, ആദ്യം നമ്മുടെ രജിസ്ട്രേഷൻ അവിടെയും ഉണ്ട്. അവർ നമ്മുടെ പാസ്പോർട്ടൊക്കെ ഒന്ന് വെരിഫൈ ചെയ്യും. നമ്മളെ കൊണ്ട് തന്നെ പാസ്പോർട്ടിലെ നമ്പറും നമ്മുടെ ID കാർഡ് നമ്പറും എല്ലാം പറയിപ്പിക്കും. അതിനുശേഷം നമുക്കൊരു റെക്കോർഡ് ചെയ്യുമ്പോൾ വാമപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കും. വാമപ്പ് ക്വസ്റ്റ്യൻ അസസ് ചെയ്യില്ല എന്നിരുന്നാലും ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. അപ്പോൾ ആ ഒരു വാമപ്പ് സെക്ഷൻ നടത്തുമ്പോഴാണ് ഹൗ യു സ്പീക്ക് എന്നുള്ള ഒരു അല്ലേ റോൾ പ്ലേ കാർഡ് നമ്മൾ പഠിച്ചിട്ട് പോകുന്നതാണ് ചെയ്ത് അതൊക്കെ അവർക്കറിയാം. അപ്പോൾ വാമപ്പ് ചോദിക്കുമ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും അവർ ചോദിക്കുന്ന ക്വസ്റ്റിനെക്കുറിച്ച് പറയാൻ അറിയാമോ എന്നുള്ളൊരു ഇത് കഴിഞ്ഞിട്ടാണ് അവർ പോകുന്നത്. അപ്പോൾ വാമപ്പ് ക്വസ്റ്റിനും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് നോക്കണം. നമുക്ക് സമയം കിട്ടുന്ന പോലെ നോക്കിയിട്ട് പോവുക. പിന്നെ 2 സ്പീക്കിംഗ് കാർഡാണ് നമ്മൾ ചെയ്യേണ്ടത്.
നമ്മൾ എക്സാമിനറായിരിക്കും പേഷ്യൻ്റായിട്ടോ അല്ലെങ്കിൽ ബൈസ്റ്റാൻഡറായിട്ടോ ക്വസ്റ്റ്യൻ പേപ്പർ അനുസരിച്ച് ചെയ്യുന്നത്. നമ്മളാരായിരിക്കും, നമ്മളെപ്പോഴും നേഴ്സ് തന്നെയായിരിക്കും. 3 മിനിറ്റ് പ്രിപ്പറേഷൻ, 5 മിനിറ്റ്സ് സ്പീക്കിംഗ്. അപ്പോൾ അങ്ങനെ 2 കാർഡുകളുണ്ട്, 16 മിനിറ്റ്സ് അവിടെ തന്നെ. പിന്നെ ഇൻട്രൊഡക്ഷനും വാമ്പും എല്ലാം കൂടെ കൂടി 4-5 മിനിറ്റ്. അപ്പോൾ മൊത്തത്തിൽ ഒരു 20-21 മിനിറ്റ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക എക്സാമിന്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കൂളായിട്ട് പുറത്ത് പോരാം. ഓക്കെ, അപ്പോൾ നന്നായിട്ട് എക്സാം എഴുതുക. എല്ലാവരും ടെൻഷനില്ലാതെ സന്തോഷമായിട്ട് എഴുതുക. എല്ലാവർക്കും ലഭിക്കണം എന്നാണ് നമുക്ക് ആഗ്രഹം. അപ്പോൾ എല്ലാ പിള്ളേരും നന്നായിട്ട് എഴുതുക. പ്രാർത്ഥിച്ച് ടെൻഷൻ അടിക്കാതെ നന്നായിട്ട് എഴുതുക. നല്ല ഉറക്കം ആവശ്യമാണ് എക്സാമിന് പോകുന്നതിൻ്റെ തലേദിവസം. ഉറങ്ങാൻ ആർക്കും പറ്റില്ല, എത്ര ചിന്തിച്ചാലും ഉറങ്ങണമെന്ന് ചിന്തിച്ചാലും പറ്റില്ല. എന്നാലും മാക്സിമം ഉറങ്ങാനായിട്ട് ശ്രമിക്കുക. ട്രാവലൊക്കെ ചെയ്ത് പോകേണ്ടവരാണെങ്കിൽ അവർ നന്നായിട്ട് കിടന്ന് ഉറങ്ങുക. പിന്നെ ട്രാവലിംഗ് വണ്ടിയിലിരിക്കുന്ന സമയത്താണെങ്കിലും ടെൻഷൻ അടിക്കാതെയൊക്കെ ഒന്ന് ഉറങ്ങി നല്ല മിടുക്കരായിട്ട് എക്സാമിന് പോകാനായിട്ട് നോക്കുക. ഉറക്കം നല്ലതായിട്ട് ആവശ്യമാണ്. നന്നായിട്ട് നല്ല ഫുഡ് കഴിച്ചതിന് ശേഷം ഉറങ്ങാനായിട്ട് പോവുക. പിന്നെ ടാബ്ലറ്റൊക്കെ എടുക്കുന്നവരുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അത് നമുക്ക് എടുക്കാം കേട്ടോ, നമ്മുടെ കയ്യിലെടുക്കാം. എന്നിട്ട് ഇൻഡിവിജ്വലേറ്റേഴ്സ് ഒത്തിരി പേരുണ്ടാവും, അവരുടെ കയ്യിൽ കൊടുത്താൽ മതി. എനിക്കിങ്ങനെ പ്രശ്നമുണ്ട്, എൻ്റെ കയ്യിൽ എനിക്ക് വയ്യായ്ക വരുമ്പോൾ തന്നെന്ന് പറഞ്ഞ് കൊടുത്താൽ മതി. പക്ഷേ ഞാനൊക്കെ പോയ സമയത്ത് ഞാൻ അവരുടെ കയ്യിൽ കൊടുത്തിട്ട് അവർ മേടിച്ചു, പിന്നെ എവിടെയാണെന്ന് പോലും അവർക്ക് അറിയില്ല. അങ്ങനെ ഒരു അവസ്ഥയൊക്കെ ഉണ്ടായി. അപ്പം അതൊക്കെ അവരൊന്ന് ഓർമ്മിപ്പിച്ചിട്ട് കൊടുക്കാൻ ഞാൻ ചോദിക്കുമ്പോൾ തരണം എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഒരു ചോക്ലേറ്റ് കയ്യിൽ കരുതുക എക്സാമിന് തൊട്ടുമുന്നും. കിറ്റ്കാറ്റോ അല്ലെങ്കിൽ നല്ല ചോക്ലേറ്റ് ഏതാ, ഗൾഫിലെ കുട്ടികൾക്കാണെങ്കിൽ അതൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും. നമുക്കിപ്പോൾ നല്ല ചോക്ലേറ്റ് എന്ന് പറയാനായിട്ട് ഡയറി മിൽക്കാണ്. ആ ഡയറി മിൽക്ക് അങ്ങനെ അത് കൊണ്ടുപോവുക. അവർ കാണണ്ട, നമ്മൾ ബാഗ് കൊടുക്കണതിന് തൊട്ട് മുന്നേ തന്നെ കഴിച്ചിട്ട് കയറുക. ചില സെൻറ്ററിൽ ചോക്ലേറ്റ് നമ്മൾ റൂമിൽ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൊണ്ടുവന്ന് തരാറുണ്ട്. അതൊക്കെ നമുക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളാണ് കേട്ടോ, ഉറക്കം മാറാനും നമ്മുടെ ടയർഡ്നെസ് മാറാനും നമ്മുടെ ഷുഗർ ലെവൽ വർദ്ധിപ്പിക്കാനും. കാരണം നമ്മളൊന്നും കഴിക്കാതെയൊക്കെ ആയിരിക്കില്ല പോകുന്നത്. അതൊരു നല്ലതാണത്, ഒത്തിരി നല്ലതാണത്. അപ്പോൾ അത് കഴിക്കുക. ഇനി ഷുഗർ പേഷ്യൻസിന് കഴിക്കാമോ എന്നുള്ളത് ഒരെണ്ണല്ലേ കഴിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ കഴിക്കുക. നല്ല കൂളായിട്ട് എക്സാം എഴുതുക. അപ്പം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നാളെ എഴുതുന്ന എല്ലാവർക്കും നന്നായിട്ട് ഒരു റിസൾട്ട് വരട്ടെ. പ്രാർത്ഥനയിൽ ഓർക്കുന്നു. നന്നായിട്ട് ഉറങ്ങുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക കേട്ടോ. വീട്ടുകാരോടൊക്കെ എക്സാമിന് പോണതിന് മുന്നേ പാരൻസിൻ്റെ ഒക്കെ ആണെങ്കിലും ബ്ലെസ്സിങ് വാങ്ങിച്ച് നമ്മൾ ആരോടും വഴക്കൊന്നും ഉണ്ടാക്കാതെ നല്ല സന്തോഷമായിട്ട് പോവുക. എല്ലാവരെയും പ്രാർത്ഥനയിൽ ഓർക്കുന്നു. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.